പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നിലേക്കാണ്. വ്യവസായ മേഖലയിൽ ഭാരതത്തിന്റെ വൻ കുതിപ്പ്. 2026 ജൂണിൽ 7.3% വളർച്ച രേഖപ്പെടുത്തി. 23 മാസത്തിനിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കിതാണ്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഈ നമ്മുടെ രാഷ്ട്രത്തിന്റെ വളർച്ചയിൽ വലിയ രീതിയിൽ കണ്ണുകടിയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് ലോകരാജ്യങ്ങളുണ്ട്. അവർക്കൊക്കെ എപ്പോഴും അത്ഭുതവും ആവേശകരവുമൊക്കെയാണ് ഒരുപക്ഷെ പറഞ്ഞാൽ ഭാരതത്തിന്റെ ഈ വളർച്ച എന്നുള്ളത്. ഇപ്പോൾ ഈ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഐസൻ? പ്രജിത്ത്, തീർച്ചയായും രാജ്യത്തിൻ്റെ ഒരു മുന്നേറ്റം വളരെ അസൂയയോടെ പല രാജ്യങ്ങളും കാണുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. എങ്കിലും ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന കണക്കുകളനുസരിച്ച് ഏറ്റവും നിർണായകമായൊരു വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൗതുകമാർന്ന ഒരു വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് മൂലധന നിക്ഷേപ രംഗത്ത്, മൂലധന മെഷീനറിയുടെയൊക്കെ നിക്ഷേപ രംഗത്ത് വൻതോതിലുള്ളൊരു വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന കണക്കുകളനുസരിച്ച് 2026 ജൂണിൽ ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിൽ 14.2% വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അത് 2025 ജൂണിലാണെങ്കിൽ 3.45%, അതായത് 11%-ലേറെ വളർച്ച ഉണ്ടായിരിക്കുന്നു. അതായത് വൻതോതിലൊരു വളർച്ച ക്യാപിറ്റൽ ഗുഡ്സ് രംഗത്ത്, അല്ലെങ്കിൽ ഈ ഉൽപ്പാദനം നടത്തുന്നതിനുള്ള യന്ത്രസാമഗ്രികളുടെ ഇൻസ്റ്റലേഷൻ, അതുപോലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് രംഗത്താണ് വൻ വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും നിർണായകമായൊരു ഘടകമുണ്ട്. ഭാരതത്തിൽ നിക്ഷേപം വർദ്ധിക്കുന്നു എന്നതിന് ഏറ്റവും നിർണായകമായൊരു ഘടകമാണത്. അതായത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് സാഹചര്യമൊരുക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളും മെഷീനറികളും ക്യാപിറ്റൽ ഗുഡ്സിലും വൻതോതിൽ വളർച്ച ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, GST പരിഷ്കരണം മുതൽ ആത്മനിർഭർ ഭാരതിനുള്ള പദ്ധതികൾ വഴി, അത്തരത്തിലുള്ള നിരവധിയായ പദ്ധതികൾ വഴി ഭാരതത്തിൽ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ നീക്കങ്ങളുടെ ഭാഗമാണ് ഈ വ്യവസായ വിപ്ലവ രംഗത്ത്, വ്യവസായ വളർച്ചാ രംഗത്ത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ വളർച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനത്തിൽ 11%-ഓളം, കഴിഞ്ഞ വർഷത്തെ വളർച്ചയെ താരതമ്യപ്പെടുത്തുമ്പോൾ 13%-ഓളം വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നിന്നും മറ്റൊരു പ്രധാന ഘടകം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വയം പര്യാപ്തതയോടെ നിലനിൽക്കാനുള്ളൊരു സാധ്യത തുറന്നു കിട്ടുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ ഉൽപ്പാദന രംഗത്തിനെ ഭാരതം കൈവരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഉൽപ്പാദന രംഗത്ത്, അതായത് 7.8% മാനുഫാക്ചറിംഗ് രംഗത്ത്, അത് കൺസ്യൂമബിൾസും ഉൾപ്പെടെയുള്ള മാനുഫാക്ചറിംഗ് രംഗത്തും ഉണ്ടായിരിക്കുന്നു എന്നത് മറ്റൊരു ഘടകമാണ്. മറ്റൊരു നിർണായക ഘടകം ഉണ്ടായിരിക്കുന്നത് ഗ്യാസ് ഇലക്ട്രിക് സപ്ലൈയിലാണ്. ഗ്യാസ് ഇലക്ട്രിക് സപ്ലൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് 0.7%. ഒരു മാസത്തിനുള്ളിൽ, അതായത് മെയ് മാസത്തെ വളർച്ച 9.9% ജൂൺ മാസം അത് 10.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. അതായത് ഭാരതത്തിൻ്റെ ഊർജ്ജാവശ്യങ്ങളിലും, ഭാരതത്തിൻ്റെ ഇലക്ട്രിസിറ്റി ഊർജ്ജാവശ്യങ്ങളിലും, അതുപോലെ തന്നെ അനുബന്ധ ഊർജ്ജാവശ്യങ്ങളിലും സ്വയം പര്യാപ്തത നേടുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. അതുതന്നെയാണ് ഈ വളർച്ചാ നിരക്കിൻ്റെ ഏറ്റവും നിർണായക ഘടകമായി കണക്കാക്കേണ്ടത്. കേവലം ഒരു വ്യവസായ രംഗത്ത് കൂടുതൽ നിക്ഷേപം വന്ന് വളർച്ചയുണ്ടായി എന്നതിനപ്പുറം കൃത്യമായും ഭാരതം ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നു, ആത്മനിർഭരമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയായി ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. അത്തരം ഉൽപ്പന്നങ്ങളുടെ വളർച്ച, അതായത് അത്തരം ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന രംഗത്താണ് വളർച്ച ഉണ്ടായിരിക്കുന്നത്. മാനുഫാക്ചറിംഗ് രംഗത്ത് താരതമ്യേന കൂടുതൽ വളർച്ച ഉണ്ടായിരിക്കുന്നു. ക്യാപിറ്റൽ ഗുഡ്സ് രംഗത്ത് 10%-ലേറെ, 11%-ഓളം വളർച്ച ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ, റെയിൽവേ ഉൽപ്പാദനം, അതിലൊക്കെ തന്നെ സ്വാഭാവികമായും വൻതോതിൽ വളർച്ച ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാന നിക്ഷേപത്തിലും അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും വൻതോതിൽ മുന്നോട്ട് പോകുന്നു എന്നാണ്. അതിനർത്ഥം ഓരോ ദിവസവും ഇനി അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഭാരതത്തിൻ്റെ വ്യവസായ രംഗം വൻതോതിൽ കുതിച്ചുചാടുന്നതിനുള്ള അടിത്തറയിടുന്ന ഒരു സാഹചര്യമാണ് ഈ ഉത്പാദന രംഗത്തെ വർധനമാകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള റിഫോംസ് ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോകത്തെ മുഴുവൻ ഭാരതത്തിലേക്ക് വിദേശ നിക്ഷേപമടക്കം സ്വീകരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള പിന്തുണ നമ്മുടെ രാജ്യത്തെ സർക്കാർ നൽകുന്നുണ്ട്. ഇവിടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളുമായും പല രീതിയിലുള്ള കരാറുകൾ ഒപ്പിടുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ രാജ്യം കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ വ്യവസായ മേഖലയിലെ കുതിപ്പ് എന്നുള്ളത്. ഇപ്പോൾ ഭാരതത്തിൽ നിർമ്മിക്കുന്ന പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് വലിയ രീതിയിൽ കുതിച്ചുയരുന്നു. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകൾ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിയ രീതിയിലുള്ള കയറ്റുമതി ഉണ്ടാകുന്നു. എന്തിനേറെ കർണാടകയിലും തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലുമൊക്കെയുള്ള വാഹന ഫാക്ടറികളിൽ നിന്ന് വലിയ രീതിയിൽ ഇന്ത്യൻ കമ്പനികളുടെ വാഹനങ്ങൾ പോലും വിദേശ മാർക്കറ്റുകളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്യധികമായി അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ റിഫോംസിൻ്റെയും വലിയൊരു പ്രകടമായ ഉദാഹരണമായി ഈ വളർച്ചയെ കാണണ്ടേ?
തീർച്ചയായും പ്രകടമായ ഒരു ഉദാഹരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2014 മുതൽ ഈ 12 വർഷത്തോളം 2026 വരെ നടന്ന സമഗ്ര പരിഷ്കരണങ്ങളുണ്ട്. അത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയാകാം, സ്കിൽ ഇന്ത്യ ആകാം, അതുപോലെ തന്നെ മറ്റു സാമ്പത്തിക ഇടപെടലുകളാകാം, അത്തരത്തിലുള്ള വ്യവസായ രംഗത്ത് വൻ നിക്ഷേപങ്ങൾ നടത്തുന്നതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതാകാം. ദേശീയപാത രംഗത്തെ വികസനമെല്ലാം തന്നെ വലിയ തോതിൽ ഒന്നാം മോദി സർക്കാരിൻ്റെയും രണ്ടാം മോദി സർക്കാരിൻ്റെയും മൂന്നാം മോദി സർക്കാരിൻ്റെയും കാലത്ത് വൻതോതിലുള്ള വികസനം ദേശീയപാത രംഗത്തും റെയിൽവേ രംഗത്തും ഉണ്ടായിരുന്നു. ഈ റെയിൽവേ രംഗത്തും ദേശീയപാത രംഗത്തും ഉണ്ടാകുന്ന വികസനം, അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തുണ്ടായ GST പരിഷ്കരണം, ഏറ്റവും ശക്തമായ ഒരു GST പരിഷ്കരണം ഉണ്ടായതോടുകൂടി വൻതോതിൽ MSMEകൾക്ക് സാധ്യതകൾ വളരുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. ഈ MSMEകൾക്ക് സാധ്യത വളർന്നതോടെ സ്വാഭാവികമായും MSMEകളിൽ നിക്ഷേപം വർദ്ധിച്ചതാണ് ഈ ക്യാപിറ്റൽ ഗുഡ്സിലേക്ക് വലിയ തോതിലുള്ള ഒരു നിക്ഷേപം അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനത്തിൽ വൻതോതിൽ വളർച്ച ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ പല ഘടകങ്ങളും മുദ്രാ ലോൺ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിച്ചാൽ സ്വയം തൊഴിലിനും അതുപോലെ തന്നെ വ്യവസായ രംഗത്ത് വലിയ നിക്ഷേപം നടത്തുന്നതിനുള്ള സാധ്യതകൾ തുറക്കുന്നതിനും വിദേശ നിക്ഷേപം തുറന്നു കൊടുക്കുന്നതിനും പ്രത്യേകിച്ചും ആധുനിക വ്യവസായ രംഗങ്ങളിൽ ഏറ്റവും നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രികളായ സെമി കണ്ടക്ടർ വ്യവസായ രംഗം, അത്തരത്തിലുള്ള വ്യവസായ രംഗങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന ഒരു നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെയാണ് പ്രധാനമായും 12 വർഷത്തെ സമഗ്രമായ നികുതി പരിഷ്കരണമാകട്ടെ, അതുപോലെ തന്നെ വാണിജ്യ ധാരണകളുടെ വിഷയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര വിവിധ ലോകരാഷ്ട്രങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ സാധ്യത, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സാധ്യത, ഭാരതത്തിലേക്ക് വൻതോതിൽ ഉൽപ്പാദന സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത, ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ഘടകങ്ങളെ ശക്തമായി പരിഷ്കരിച്ചു തന്നെയാണ് വിജയം. എന്തായാലും ഭാരതത്തിന്റെ വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന വൻ കുതിപ്പിന്റെ തെളിവുകളാണ് ഓരോ ദിവസവും പുതിയ കണക്കുകളായി പുറത്തു വരുന്നത്. അത് സാധാരണക്കാർ മുതൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ തരത്തിലുമുള്ള പുരോഗതികൾക്കും വഴിവെക്കുന്നതുമാണ്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.